പ്രഭാതം കൺകുളിർക്കെ കാണണം, പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കണം, ആസ്വദിക്കണം എന്നൊക്കെ തോന്നാറുണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് സാധിക്കാറില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ കഴിയാറുണ്ടോ? പലർക്കും കഴിയാറില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും സാധിക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് വീടിൻ്റെ മുറ്റത്ത് വന്നിരുന്നിട്ട് ഇതുപോലെ ചായയൊക്കെ കുടിച്ച് വെയിലും ചൂടൊക്കെ അടിച്ച് സൂര്യനെയൊക്കെ ഒന്ന് കണ്ട് ചെടികളെയൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഇരിക്കാറുണ്ട്. അവരുടെ ദിവസങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നത് പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് മുറ്റമൊക്കെ അടിച്ച് ആ വെയിൽ പോകുന്നതിന് മുമ്പ് തന്നെ മുറ്റമൊക്കെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് വൃത്തിയായി കിടക്കുന്ന മുറ്റം കാണാനായിട്ടൊരു പ്രത്യേക സന്തോഷമല്ലേ. ആ ചൂടോടുകൂടെ തന്നെ തുണിയൊക്കെ കഴുകി വിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു പ്രത്യേക സന്തോഷം. കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്ക് പിടിച്ച ഒരാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് തിരുനാൾ ദിനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കൊടിയേറ്റ്, വേസ്പര, തിരുനാൾ ദിവസം, പിന്നെ അതിനുശേഷം ഒരുപാട് പരിപാടികളൊക്കെ വന്നു. അപ്പം അലമാരിയിരുന്ന ഓരോരോ തുണികൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നെന്നുള്ള രീതിയിൽ എടുത്തെടുത്ത് ഉപയോഗിച്ച് കുറേയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി മടക്കി വെക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുറേ അധികം സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണമെങ്കിലൊക്കെ നമുക്ക് പറ്റും കേട്ടോ. നല്ല വസ്ത്രങ്ങളൊക്കെ ഞാൻ കല്ലിലാണ് കഴുകാറുള്ളത്. ആദ്യം തന്നെ ഷോളൊക്കെ, സൽവാറിൻ്റെയൊക്കെ ഷോള് കഴുകി ആദ്യം വിരിച്ചിടും. അതിന് ശേഷമായിരിക്കും പാൻറ്റും ടോപ്പും ഒക്കെ കഴുകുന്നത്. എന്നിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ വെച്ച് സ്പിൻ ചെയ്തോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. നമ്മൾ പിഴിഞ്ഞൊന്നും വളരെ വിഷമിക്കേണ്ട കാര്യം. ഇത് ഞാൻ തുണി കഴുകുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കുമല്ലോ വസ്ത്രങ്ങളൊക്കെ കഴുകി സൂക്ഷിക്കുന്നത്. തലേ ദിവസത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നത് കൊണ്ട് ഉച്ചയൂണിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടായിരുന്നു. ഒരു ക്യാബേജ് തോരനാണ് കേട്ടോ ഉണ്ടാക്കിയത്. മഞ്ഞൾപ്പൊടി ചേർക്കാത്ത വെള്ള കളറിലിരിക്കുന്ന ക്യാബേജ് തോരൻ. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ വേണം ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ. സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു ചായ കുടിച്ചത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് ബ്രഞ്ചായി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.